തിയേറ്ററിലാണ്. ഓ തന്നെ സന്തോഷം സന്തോഷം സന്തോഷം. സ്റ്റോറി പ്രൊമോട്ട് ചെയ്യുക അങ്ങനൊന്നും തോന്നരുത്. സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ എടുക്കണേ, ആ സെൻസിൽ എടുക്കണേ ദയവ് ചെയ്ത്. ഇതിനകത്തൊരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നിൽക്കല്ലേ ദയവ് ചെയ്ത് പ്ലീസ്. അതെ അതെ സത്യം. ഒരു കാരണവശാലും നെഗറ്റീവ് ഒരു കാരണവശാലും. ചന്ദ്രനെ വിളിക്കൂ. ഡാഡി വന്നിട്ടുണ്ട്, അപ്പൊ ഡാഡിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. അലീന, ഇത് എന്നുവെച്ചാൽ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഒരു പെണ്ണ് കാണലാണ്. ഇത്ര നമ്മളിനകത്തൊരു പെട്ടെന്ന് ഒരു നാണൊക്കെ വരുന്നത് നിന്നിട്ടെങ്ങനെ എന്നെ കാണാൻ പറ്റുണ്ടോ നിങ്ങക്ക്? എന്താ ചോക്കി? ആദ്യം ചന്ദ്രനെ അലീനെ ഒന്ന് വിളിക്കുന്നത്. ഹലോ, எல்லா இடமே எல்லா സ്ഥലமே செட் ஆயிடுச்சு. இப்ப வரீங்களா? எங்க தாத்தாவும் வந்திருக்காரு, ஜான் தாத்தா ஊர்ல இருந்து. ജോൺ താത്ത വന്നാ? ഡാഡി വന്നിട്ടുണ്ട്, അപ്പൊ ഡാഡിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. വീട്ടിലെ ലൊക്കേഷൻ അയച്ചു തരാം, നിങ്ങള് അങ്ങോട്ട് വന്നാൽ മതി. അലീന, ഇത് എന്നുവെച്ചാ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഒരു പെണ്ണ് കാണലാണ്. എനിക്കറിയാം അലീനക്ക് നാണോ മാനോ ഇല്ല. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഈ സാധാരണ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കുണിയും കുടുങ്ങി വരുന്നത് പോലെ കുറച്ച് നാണം അങ്ങനെയൊക്കെ കാണിച്ച് വേണം വരാൻ, മനസ്സിലായോ? ഞാനപ്പോ അണ്ണൂന്റെ ആ വൈബ് പിടിക്കണം അല്ലേ, പഴയ മറ്റേ 90s. അതെ അതെ 90s. പുള്ളി ഉള്ളതുകൊണ്ട് പുള്ളിക്ക് പുള്ളി ജെൻസി കിഡ്സിന്റെ വൈബ് അറിയാത്ത ആളാണല്ലോ പുള്ളി. ഇപ്പോഴും പണ്ടത്തെ കോണാനും തോർത്ത് കൊടുത്താ നടക്കണേ. പുള്ളിയുടെ അവരോട്ട് മാച്ച് ചെയ്യണം. ക്യാം ഒന്ന് ഞാനൊന്ന് മാറ്റി വെക്കട്ടെ, കാരണം ഈഗിളിന്റെ ക്യാമറ അതിന്റെ തൊട്ട് മേളിലാണ്. അപ്പൊ നമുക്ക് ഇത് താഴെ വെക്കാം. ക്യാം ചേച്ചി മാറ്റി 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 ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കേ. പെണ്ണുകളെ കല്യാണം തമ്മിൽ നല്ല ക്രിഞ്ച് ആർപ്പിന്ന്. ശ്രീതു താങ്ക് യു സോ മച്ച് for the 20 rupees super chat. താങ്ക് യു. അത് സെറ്റ് ആക്കി വേണം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ ഞങ്ങള് ഇവിടുത്തെ ഞങ്ങള് കൂട്ടി അങ്ങോട്ട് വരാം. ചന്ദ്ര, നീ ഇങ്ങോട്ട് വന്നേ, ഡ്രസ് ഷോപ്പിലോട്ട് പോവാം. നമുക്ക് കല്യാണം ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ഞാനൊന്നും കൊണ്ടെടുക്കത്തില്ല. ചന്ദ്രനാണ് കൈ സൈലൈറ്റ്. എനിക്ക് സാരിയുടെ ഒന്ന് പറഞ്ഞു തരുമോ? ഇത് ഗെറ്റ് റെഡി വിത്ത് ആർപ്പിന്ന്. അവിടെ കുറെ ആൾക്കാർ അവിടെ മേക്കപ്പ് ഇടുന്നത്, സാരി മുടി. ഇവിടെ ഒരാള് ഫുഡ്. ശരിക്കുള്ള പെണ്ണാണല്ലോ ഇത്. രക്ഷയില്ലല്ലേ? ചന്ദ്ര, കറുപ്പ് വേണ്ട, നല്ലൊരു ദിവസം വെളുപ്പ് മതി. ചന്ദ്ര, മരണത്തിന് പോവാണോടാ? കാരണം ഇതിടണ്ട. ചന്ദ്ര കിട്ടില്ല. എന്റെ അമ്മ സിൽക്ക് ഷർട്ടോ ഇപ്പോഴേ വെള്ളമാണ്. ഇതിനാ നല്ല ദിവസമായിട്ട് കുടിച്ചിട്ട് വരുന്നേ. എടാ, ഒരു ഗരാജിൽ പോണല്ലോ ചന്ദ്രന് ജോലിക്ക് ഇരിക്കാൻ. എനിക്ക് നല്ല വണ്ടി എടുക്കണം. 2 വണ്ടി എടുക്കണം. ഈ വീടുണ്ടല്ലോ, ഈ വീട് സെറ്റ് ആയിരുന്നു. ഈ വീട് വിഷയം വീടായിരുന്നു. ഞങ്ങളല്ല, അണ്ണു ആണ് ശബ്ദം ഉണ്ടാക്കുന്ന. അണ്ണു മതിലാടി ഓടി. എവിടെ പോവാ ജോക്കി? നമസ്കാരം.
നമസ്കാരം. ചേട്ടന്മാരല്ലേ? ഓ എല്ലാ ചേട്ടന്മാരാണ്. ഒരു കുടുംബത്തിലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാരും വന്നിട്ട് ഇതെന്തടേ ഞായറാഴ്ച പള്ളി പോകുമ്പോ ഷൂ ഒഴിച്ച് ബാക്കി എല്ലാം ഡ്രസ് ഇട്ടപ്പോ ചന്ദ്രനെ പോലത്തെ ഡ്രസ്സാണല്ലോ അവിടെ മൊത്തം. ഇതെന്താ യൂണിഫോമാ? കുഴപ്പമില്ല ചന്ദ്രു, ഈ ഡ്രസ് ഇല്ല, ഈ കളറില്ല, ഈ കളറില്ല, ഈ കളറിലേതാ ഇവ ഇട്ടേക്കുന്ന ഇതാണല്ലേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഇരിക്കണേ. കത്തിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു മോനെയും പറ്റിയും കുടുംബത്തെ പറ്റിയും. അച്ഛനായിട്ട് വരും. അലീനയുടെ അച്ഛൻ. ഓ ടു യങ് യുനോ. അല്ല നിങ്ങളുടെ ഒരേ പ്രായമാണ് സെയിം ഏജ്. എന്താ പ്രായം തോന്നിക്കത്തില്ലേ? നമ്മുടെ പിന്മുറക്കാരല്ല, നിങ്ങളുടെ പിന്മുറക്കാർ കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ നമ്മുടെ പിന്മുറക്കാർക്ക് വെട്ടിപ്പിടിക്കാൻ പോയി. അതാണ് മനസ്സിലായത്. അതെന്ത് ഡയലോഗ് അത്? നമുക്ക് ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കാം. അത് വിഷയ ഡയലോഗ്. കുടുംബക്കാരെല്ലാരും പരിചയപ്പെടുത്താം. എന്നിട്ട് നിങ്ങളുടെ കുടുംബക്കാരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിയാൽ അതെ 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 അതെ. ഞാൻ ചേച്ചിയുടെ മാമന്റെ ഹായ് ലക്ഷ്മി. കുട്ടി അതിന്റെ ആവശ്യമൊന്നുമില്ല, പേര് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. നമ്മളെ പെണ്ണാണെന്നെ വന്ന എനിക്ക് മനസ്സിലാകും. പരിചയപ്പെടാൻ ചന്ദ്ര ചന്ദ്ര മറ്റുള്ളവർക്ക് പേര് വിലാസമൊന്നും ഇല്ല. അല്ല ഞങ്ങൾ പരിചയപ്പെടുത്തരാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വാസവണ്ണനെ വാസവണ്ണ ഞങ്ങളെ എല്ലാരെയും പരിചയപ്പെടുത്തി. നമ്മള് വളരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ വലത്തുനിന്ന് തുടങ്ങാം. ഇത് ജോക്കി, TV ജോക്കി, നമ്മുടെ എല്ലാമാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള മെയിൻ കാരണം പുള്ളിയാണ്, വലിയേട്ടൻ. അതെ, ഇത് ചന്ദ്രനെ പിന്നെ പരിചയപ്പെടുത്തണല്ലോ നമ്മുടെ കല്യാണം. നമ്മൾ പയ്യന്മാരെ വളർത്തിയേക്കുന്ന അങ്ങനെ. കാണാനുണ്ട്. ആ കുട്ടി ഒന്ന് എന്റെ കാലിലൊന്നും പിടിച്ചോ? ഇല്ല, അതാണ് വളർത്തുവട്ടം. അപ്പുക്കുട്ടാന്ന് വന്നേ. ഹലോ. അപ്പാപ്പനല്ല പോലെ ഡാഡി വിളിക്കാതാ ഇഷ്ടം. എല്ലാവർക്കും ഡാഡിയാണ് മോനെ. ഞാനും ഡാഡിന്ന് വിളിച്ചോട്ടെ. വിളിച്ചോ മോനെ. ഞാൻ വെറുതെ കാല് പിടിച്ചത്. ഡാഡി വരൂ, ഡാഡി വരൂ, ഡാഡി പൊന്നു ഡാഡി. ഡാഡി പറ ഡാഡി. ഓക്കെ ഡാഡി. അതെ, നമ്മുടെ വീട്ടിൽ 2 ആന ഉണ്ടായിരുന്നു. രണ്ടിനെയും പറഞ്ഞത്തേക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഓ അത് കുഴപ്പമില്ല, ഞങ്ങൾ ആനെ കാണാനല്ലോ പെണ്ണിനെ കാണാനല്ലോ വന്നത്. ജോക്കി എടുത്ത് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു ഇവിടോട്ട്. ഫോട്ടോ വരെ വെട്ടി പിടിച്ചല്ലേ? എന്തെന്നാ ശ്രീധരത്തെ പറ്റി ഞാനൊരു കാര്യം പറയട്ടെ. ഏറെ കേറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ന് ലൈവ് പോലും ഇടാതിരുന്നത്. നശിക്കാൻ വേണ്ടി അവൻ ഫോട്ടോ വെട്ടി ഒട്ടിച്ചേക്കുന്നത്. എന്താ കുട്ടി? മേളിലോട്ടൊന്ന് പോകാനായിരുന്നു സർ. എന്ത് കൊടുക്കുമെന്ന് ചോദിക്കണ്ടേ? അത് നമ്മളെ വിളിച്ച കണക്കാണോ മേളിലോട്ട് വരാനും കൂടെ? ശ്രീധനത്തിന്റെ കാര്യം അല്ലല്ല. എന്ത് ശ്രീധനം വേണ്ടേ? ശ്രീധനം വേണ്ടെങ്കിൽ ശ്രീധനം വേണ്ട. ഇലിമോളെ നമുക്കപ്പം ബാക്കി കാര്യങ്ങളിലോട്ടും കടന്നാലോ? ചന്ദ്ര ഇരിക്കൂ. ചന്ദ്ര ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോയി സംസാരിക്കാം. മാറി ഒരു
ഒരു പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ട് മോനെ. എവിടുന്നാ വെടി പൊട്ടിയെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അയ്യോ അനുഗ്രഹത്തിന് നിങ്ങളാദ്യം സംസാരിക്കും. നന്നായി വരണം. വേഗം പറഞ്ഞേ, 5 മിനിറ്റ് ആണ്, വേഗം പറഞ്ഞേ. ആർക്കും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാരണവന്മാർക്കൊന്നും സംസാരിക്കാം. നമുക്ക് സംസാരിക്കട്ടെ. നിങ്ങൾ അങ്ങോട്ട് വരണ്ട, നിങ്ങള് കാരണം വരെ സംസാരിച്ചിട്ട് വരാം. ജോക്കി, ആ, എന്താണ് നമ്മുടെ ഭാവി കാര്യങ്ങള്? നമ്മളല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. അതല്ലെന്നേ, നമ്മുടെ പിള്ളേരുടെ കാര്യം ഉറപ്പിക്കാനല്ലേ ഇവിടെ വന്നത്. അങ്ങനെ ഇത് തലേന്ന് കെട്ട് ഇത് കുളിച്ചിട്ട് ഇത് മാറ്റാത്തയാണോ കേട്ടോ പോലെ? ഇത് ട്രെൻഡാ, ഇപ്പോഴത്തെ ട്രെൻഡാ. ചന്ദ്രന്റെ കാര്യം അറിയാലോ, അത് തങ്കപ്പെട്ട ഒരു ചെറുക്കനാ. പൊന്നു ഡാഡി കുടുംബത്തിലെ എന്താണ് പറയുക, നമ്മുടെ താനോസിന്റെ കൈ അറിയാവോ? താനോസിന്റെ കൈ. കാരണം താനോസിന്റെ കൈക്കകത്തൊരു 4-5 കല്ലുകളുണ്ട്, കല്ലുകൾ. ഞാൻ ഒരു കല്ലില്ല, ഞാനാണ് ആ കൈ, മനസ്സിലായോ? അതിനകത്ത് 4-5 കല്ലാണ് ഇവന്മാരൊക്കെ. അപ്പൊ അതിലൊരു കല്ലാണ് നമ്മൾ ഈ കുടുംബത്തിലോട്ട് തരുന്നത്, മനസ്സിലായോ? എനിക്കെന്തോ ഇത്ര നല്ലൊരു പെട്ടെന്നൊരു നാണമൊക്കെ വരുന്നത് എങ്ങനെ? അത് ഇതിനു മുന്നേ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അതെ ഇനി ഇത് ശീലമാക്കണ്ട കേട്ടോ. അല്ല ഇതേ ഇനി ഈ പെണ്ണ് കാണല്ലേ, ഇതോടുകൂടി ഇവിടെ തീരണം. ഈ സൈഡ് നമ്മൾ ഞാൻ കണ്ടിട്ടില്ല. വേറെ പെണ്ണുകളുടെ ലൈഫില്ല. ഓക്കെ. ഈ പെണ്ണുകളിന് മുമ്പ് ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു. അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അറിയണ്ടേ? അവർക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പ്രിപ്പയർ ആവാൻ. ഒരു വർഷത്തെ കാര്യം പറഞ്ഞായിരുന്നു, ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ഇല്ല സൂചിപ്പിക്കാൻ സമയമുണ്ടല്ലോ. ഇതൊന്നും നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. നിങ്ങളെപ്പോലത്തെ ഒരു നല്ല കുടുംബത്തിന് പറ്റിയതല്ല. നാളെ മുതുക്കിലിറങ്ങി ഓരോരുത്തർ സംസാരിച്ച് അത് പ്രശ്നങ്ങളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തുക. നല്ല കാശുള്ള നമ്മള് ഗോൾഡ് ഇടാനല്ലായിരുന്നു, ഫുൾ ഡയമണ്ട് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട. നിങ്ങളുടെ തീരുമാനം കല്യാണം. സംസാരിക്കാൻ മറ്റേ നമ്മുടെ കല്ലാണ് അങ്ങോട്ട് തരുന്നേ, കല്ല് അങ്ങോട്ട് തരുവാണ്. അപ്പം ഓ, തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? വാസു, അത് നമ്മളെ എന്ത് തരും എന്ന് വെച്ചാ നമുക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല. എനിക്കൊരു കാര്യം പറയണ്ടേ? എന്തായിരുന്നു ഡൗറിയുടെ കാര്യം പറഞ്ഞായിരുന്നോ? ഞാനൊരു 2500 പ്രതീക്ഷിക്കുന്ന. നിനക്ക് എത്ര വേണം? എനിക്ക് 2000, 1500 എടുത്തോ? 2500 കോടി എന്താ അങ്ങനെ ഉണ്ടോ? പിന്നെ പുത്തു പോലെ ഉണ്ടാക്കും. ഞാൻ ചെറുക്കൻ്റെ തന്നെ കാണും ഒരു 10,000 കോടി നമുക്ക് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. നമ്മള് ഇല്ല. നിങ്ങൾക്ക് ഡിമാൻഡ് ഒന്നും ഇല്ലെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തണമല്ലോ. അപ്പൊ അവരെ ഒന്ന് സെറ്റ് ആക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒരു 2500 കോടിക്കകത്ത് എല്ലാം നടക്കും, കാര്യങ്ങളൊക്കെ നടക്കും. 2500 കോടിയോ? 100 കോടികൾക്ക് തുല്യമാണ് അവൾക്ക്. അങ്ങനെയാണെങ്കിൽ 100 കോടി പെണ്ണിന്റെ ഇത് കുറച്ചിട്ട് ബാക്കി 2400 വന്നാ ഡാഡി. നമുക്ക് ഇനി എന്തായാലും ഫോട്ടോ നമുക്ക് അകത്തോട്ട് പോകാൻ ഡാഡി. അവരെ ഇങ്ങോട്ട് വിളിക്കാം. വാസു, അവരെ ഇങ്ങോട്ട് വിളിക്കാം, അതാ നല്ലത്. ദാണ്ടി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. എന്തായാലും നാണൊക്കെ അലീനെ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ? പിന്നെ എല്ലാരും 10-20 കല്യാണം കഴിക്കുമോ? സത്യം. ഉറപ്പല്ലേ? ഇങ്ങോട്ട് മാറിക്കാമാ. അങ്ങോട്ട് മാറി. എനിക്ക് അണ്ണൂരിന്റെ അടുത്ത് മാത്രമായിട്ട് സംസാരിക്കണം. എന്റെ 10 ഫോട്ടോ വെച്ച് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്കിത് ഒരെണ്ണം കണ്ടാൽ മതിയായിരുന്നു, ഒരൊറ്റ കണ്ടാൽ മതിയായിരുന്നു. ഉയ്യോ, ഇപ്പൊ സമാധാനം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പിടിക്കേണ്ടി വന്നില്ല ഈ വീഡിയോ മൊത്തം. ഈ അവസാനത്തേന്ന് പറയുമ്പോ ഇനി ആർക്കും കല്യാണം ഇല്ല. എന്തിനാ കല്യാണം കഴിക്കുന്നത്? അപ്പൊ അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവര് പ്രാഗത്തില്ല. ഗേൾ ഫ്രണ്ട്സ് എന്റെ പൊന്ന അലീനെ, അതൊന്നും നമ്മുടെ വിഷയമല്ല, മനസ്സിലായോ? കല്യാണത്തിന്റെ എന്റെ പൊന്നച്ഛ, നാം പറഞ്ഞില്ലേ നിങ്ങൾ സംസാരിക്കണമെന്ന് മാറി തരുമോ കുറച്ചു നേരം? പെണ്ണിന്റെ അടുത്തല്ലേ സംസാരിക്കണേ, നമ്മൾ മതില് ചാടിയൊന്നും പോകത്തില്ല. നമ്മള് ഇത് എത്രയും പെട്ടെന്ന് നമ്മളെ നടത്തും, മനസ്സിലായോ? ഡാഡി വരൂ, ഡാഡി വരൂ, സൈഡിലോട്ട് ഡാഡി വരൂ. ഡാഡി ഇതിന് മാറിയിരിക്കുന്നേ. ഞങ്ങൾക്കൊരു കാര്യം പറയേണ്ട ദിവസം. കാരണം ഇപ്പം ഞങ്ങൾക്ക് ഒരു പ്രിപ്പയറിംഗ് ടൈം എന്ന് പറഞ്ഞാലേ
അതായത് ഇപ്പൊ അലീന ബിസിനസ് ഒക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഈ വിദ്യയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. പിന്നെ ഞാനിപ്പോ മെല്ലെ മെല്ലെ ബിസിനസ്സുകളിലോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയല്ലോ വാസണ്ണ. ഇപ്പൊ പമ്പ ഫ്യൂൽ സ്റ്റേഷൻ ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾക്കൊന്ന് പ്രിപ്പയർ ആവാനായിട്ട് ഒരു വർഷം വേണം. ഒരു വർഷമോ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. എനിക്ക് തിരിച്ചു പോവാൻ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോകണം, മനസ്സിലായോ? എനിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു എൻഗേജ്മെന്റ് നടത്തി വെക്കാം. ഡാഡി നമുക്ക് മേജറിന്റെ കാര്യമാണ്. വാസനിക്കുമ്പോ ഞാനിങ്ങനെ എൻഗേജ് ആവുക, കല്യാണം കഴിക്കാന്ന് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ. എടാ നീ എന്നെ അങ്ങനെയാണോ അണ്ണൻ അങ്ങനെ? അപ്പൊ അണ്ണൻ സിഗ്മയായിട്ട് എന്നൊക്കെ മൂത്ത് ജോക്കി ഇവിടെ നിക്കുന്നില്ലേ? ഞാനും അതുപോലെ ജീവിച്ചു കെട്ടിക്കുന്നില്ലേ? നമുക്കൊരു കുഴപ്പമില്ല, നമ്മുടെ പ്യൂർ ഇനിഷ്യേറ്റീവ് ആണ്, മനസ്സിലായോ? അന്നൊക്കെ തളർച്ച പതിച്ചോണ്ടല്ലേ? അണ്ണന് തളർച്ച പറിച്ചോന്നുള്ളത് ഞാനിപ്പോ ഉത്തരം പറയുന്നില്ല, കാരണം അച്ഛൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഇത് നമുക്ക് നടത്താം കേട്ടോ എൻഗേജ്മെന്റ്. ഞാൻ കല്യാണം മുടക്കി നീ ചാറ്റി പറയുന്നവരൊക്കെ മുടിഞ്ഞു പോണേ പണ്ട് ആരടങ്ങി പോണേ. എടാ നിനക്കൊക്കെ മനസ്സിലായിട്ടാ, ഞാൻ അവിടെ ഒന്നും പറഞ്ഞില്ല. ചെറുക്കന് വേണ്ട പെണ്ണിന് വേണ്ട, പക്ഷെ പെണ്ണിന്റെ തലയല്ലേ, അപ്പൊ ചെറുക്കന് വേണമെങ്കിൽ പിന്നെ നിങ്ങളുടെ പ്രശ്നമല്ലേ എന്ന് മാത്രമേ ഞാൻ സമാധാനപരമായി ചോദിച്ചതേ ഉള്ളൂ. അതിനാണ് ഈ നശിച്ച കുടുംബക്കാര് നമ്മുടെ തടിയിട്ട് പിണങ്ങി പോയത്. ഒരു എൻഗേജ്മെന്റ് നടത്തി വെക്കാം. നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ജോക്കി എന്ന് പറയുന്നത്. പുള്ളിക്ക് ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കാര്യം പറയട്ടെ, എൻഗേജ്മെന്റ് നടത്തും, അത്രേ ഉള്ളൂ. അണ്ണന്റെ ആദ്യത്തെ ലൈവ് ബ്ലാസ്റ്റ് ഞാൻ കൂടെ നിന്ന്, രണ്ടാമത്തെ ലൈവ് ബ്ലാസ്റ്റ് ഞാൻ എന്റെ ഞാൻ എന്തൊക്കെ കൊടുത്തു അണ്ണന്റെ സന്തോഷം. ഇത് പഴയതുപോലല്ല ചന്ദ്ര, ഞാൻ പറയുന്നത് കുറച്ചുകൂടി ട്രൈ ചെയ്യണം. ഞാൻ പറയുന്നത് കേക്കടാ പ്ലീസ്. എനിക്ക് 28 വയസ്സായി. ഈ ജോക്കിക്ക് എത്ര 42 ആവുന്നു. ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടന യാത്ര എന്ന് പറഞ്ഞ് പോകുന്ന എവിടെയാണെന്നറിയോ? കള്ളപിടിക്കാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി പോണതാ. എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയമുണ്ട്. ഞാനല്ലേടാ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന. എനിക്ക് അറിഞ്ഞൂടെടാ. ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കുന്നു, തമാശയായിട്ട് എടുക്കല്ലേ. ഒരു പോസ്റ്റുമ്പോ അങ്ങോട്ട് തിരിച്ചും ഇങ്ങോട്ട് തിരിച്ചും ഫ്ലെക്സ് വെക്കണം. മുതുക്കൊക്കെ ഫ്ലെക്സ് കൊണ്ട് നിറയ്ക്കണം. ഫ്ലെക്സ് ആരടിക്കുന്ന അടിയില് നമ്മളെ അണ്ടി ഫാക്ടറിയുടെ പ്രൊമോഷൻ കൊടുക്കണേ. പൈസ ഞാനല്ലേ നടുക്ക് മരം പോലെ കല്യാണം കഴിക്കുന്നതിലേക്ക് അണ്ടിന് പരസ്യം കൂടി കൊടുക്കണം. പറ്റുമെങ്കിൽ അവിടെ നിന്ന് കാര്യം പറയട്ടെ, എന്തിനാണ് ടൈം നിങ്ങൾക്ക്? പ്രിപ്പയർ എന്താണ് ഒരു കൊച്ചു നട 10 വയസ്സായി അതവിടെ നിൽക്കുന്നുണ്ട്. ഇനി എന്തോന്ന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക്? പറയട്ടെ, അതല്ല നമ്മള് പോയിട്ട് മറ്റേ കബഡി ചേർത്തി നോക്കി മുത്തപ്പന്റെ അമ്പലത്തിൽ പോയി. നേരം ഇപ്പം നല്ല കാര്യങ്ങളൊന്നും നല്ല കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തെ അനിഷ്ടം സംഭവിക്കും. ചിലപ്പോ അണ്ണു കാരണവർക്ക് എന്തേലും പറ്റുമെന്നാണ് കണ്ടത്. കാരണം ഒരാളാണല്ലോ കുടുംബത്തിലെ. ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കാരാണുള്ള. എടാ എനിക്കിപ്പോ എനിക്കിപ്പോ ഞാൻ പറയട്ടെ, തട്ടിപ്പോയെന്ന് പറഞ്ഞ എനിക്കിപ്പോ എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് തട്ടിപ്പോയെന്നൊക്കെ നമ്മളെ പേറ്റന്റ് ആഫീസൊക്കെ പിന്നെ ആര് നോക്കും? അതല്ല അണ്ണു, ഞാനൊരു ഫ്ലൈയിങ് പോയിന്റ് ഇരിക്കുക. പരമാവധി ശ്രമിച്ചു. പറഞ്ഞോ നീ എന്തോ അവള് നിന്റെ വാല എങ്ങനെ കെട്ടി വെക്കുന്നു? നീ പറഞ്ഞോ കെട്ടിയതുപോലെ അല്ലേ അണ്ണു? എന്ത് മോങ്ങുന്ന കിടന്ന് വാസു? അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് അസുഖമുണ്ടോ? അസുഖമുണ്ടോ മോൾക്ക് അറിയുന്നതിന്? അസുഖമുള്ളതല്ല ഞാൻ വേണ്ടെന്ന് പറയുന്നേ. അടുത്ത ആഴ്ച എൻഗേജ്മെന്റ്. നമുക്കൊരു ഡേറ്റ് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം. നമുക്ക് ഇതെന്നെ പെടുത്താനാ, ലോക്കാക്കാനാ. ഞാൻ ചോദിച്ചടി, പെൺകൊച്ച് പറയുന്നതിനൊരു വാല്യൂ കൊടുക്കുന്നില്ല ആരും. എന്ത് പറ്റി? അതിന്റെ സൂയിസൈഡ് ചെയ്യുമെന്ന്. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാ. എനിക്ക് വേണ്ട. പിടിച്ചു ചാവും. ഈ സമയത്ത് ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. കെട്ടിയെഴുന്നള്ളി എന്തിനിവിടെ വന്ന് നിന്നതാ? പിന്നെ കല്യാണം നടത്താനെന്ന് പറഞ്ഞു ചോദിക്കണ്ടായിരുന്നു ആ പെണ്ണിന്റെ അടുത്ത്. പെണ്ണുകാളിൽ നടത്തി കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ അടുത്ത് പിന്നെ നമ്മള് പിന്നെ ഇത് സമ്മതം അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഇതിനെ വിളിച്ചു വരുത്തിയത് ഇങ്ങോട്ട്. ആ കൊച്ചി കെട്ടാൻ മുട്ടിയിരിക്കുന്നത് പറഞ്ഞ് നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് അവള് കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്നു. ഇനി നിന്നെ അലിയോടെ
കണ്ട മുട്ടയിലെ തല്ലൊടിക്കുന്നില്ല. വെടിവെച്ച് സുഹൃത്തെ ഡാഡി എന്നല്ല ഇത്രയും നാളെ വിളിച്ച് ഇത്രയും നേരം വിളിച്ചത് നമ്മൾ അച്ഛനെ ഒന്നും മാറ്റി വിളിച്ചില്ലല്ലോ നിങ്ങൾ എന്ത് മര്യാദയാണ് നിങ്ങൾ നമ്മുടെ കുടുംബത്തിന് വരുന്നത്? വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇത്ര ദൂരം സഞ്ചരിച്ചു വന്നിട്ട് ഇത്രയും ദൂരം വന്ന സമയത്ത് പെണ്ണ് ആട്ടി ചാടുന്നു. ഇതെന്താണെന്ന് ആട്ടി ചാടും. നിന്നെ കെട്ടാനല്ലോ വന്നേ, അനിയെ കെട്ടാനാ ഞാൻ വന്നേ. അയ്യോ ഈ കുടുംബത്തിൽ ഇല്ലല്ലോ. ഒറ്റ ചോദ്യം നിനക്ക് ചന്ദ്ര നിനക്ക് ഇവിടെ വേണോ? പേരൊന്നുമല്ലല്ലോ ചോദിച്ചേ, ഇവൾക്ക് ഇവനെ വേണോന്നാ ചോദിച്ചേ. ചന്ദ്ര വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറ. നമുക്കെന്തിനാ ചന്ദ്ര വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറ. എടാ ഒന്ന് പറയ് ചന്ദ്ര, നിനക്ക് വേണോ വേണ്ട അത് മാത്രം പറ. ഇപ്പൊ നീ പ്രിപ്പയർ ആണോ? ഞാനും പ്രിപ്പയർ അല്ല. ഡാഡി ഇതൊരു അബ്യൂസ് ആയിപ്പോയി. ഇതൊരു അബ്യൂസ് ഈ ഇടയ്ക്ക് ജീവിതത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. ഡാഡി ഇവളിവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഡാഡി അണ്ണാ ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ തീരുമാനം? ലിവിംഗ് ടുഗദർ എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഇങ്ങനെ തീരുമാനം എടുത്ത നിങ്ങളുടെ തീരുമാനം എന്താ? എനിക്ക് തീരുമാനം ലിവിംഗ് ടുഗദറോ? അല്ല നിന്റെ എലിയുടെ കൂടെ അല്ലേ അവർ തമ്മിലുള്ള തീരുമാനമാണ്. ചന്ദ്ര ഞാൻ കാര്യം പറയാം, ഇന്നിത് നടന്നില്ലെങ്കിൽ ഡാഡിയെ കുഴിച്ചുകൂടും, എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളങ്ങ് പോകും. എനിക്കൊന്ന് കുറച്ച് സമാനത പ്ലീസ്. എനിക്ക് തലവേദന എടുക്കുന്ന ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് ഇങ്ങനെ ആവണ്ട. ഇതുപോലെ ഒരു കച്ചറ കുടുംബത്തോട്ട് വന്ന് കേറി. ഡാഡി എല്ലാ കുടുംബത്തിലും നല്ല ആൾക്കാരും ചീടുന്ന ആൾക്കാരും ഉണ്ട്. ഡാഡി എന്റെ പൊന്ന് അച്ഛാ, ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഇവരെ തങ്കം പോലെ നോക്കി നടത്തിയ പിള്ളേരാണ്. എന്റെ മനസ്സിലായി. ഇതിന് അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്. അപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ഒരു പെണ്ണിനെ കെട്ടിക്കണമെന്നൊന്നും. പക്ഷെ ചന്ദ്രനെ ഒരു കുഞ്ഞായിലൂടെ അവനെ പിടിച്ച് കെട്ടിക്കിടയെന്ന് പറഞ്ഞ് എന്റെ കുറെ പേരും ഇങ്ങനെ പറഞ്ഞു, മനസ്സിലായി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എന്നാ ഒരു കല്യാണം നടത്തിയേക്കാം. അങ്ങനെയാണ് നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഈ പെണ്ണുമ്പിള്ളയാണെങ്കിൽ അവിടെ ആനയുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്, മാമയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ ഒരുമാതിരി ഇങ്ങനെയൊക്കെ നമ്മളിതൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ ഡാഡി നമ്മുടെ അടുത്ത് കുറെ ഏക്കർ സ്ഥലമുണ്ട് നമുക്കുണ്ട്. ഡാഡി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ തൊട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സ്ഥലത്തിന്റെയും ഈ ആനയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് വിഷമമായി. നമുക്കും ഉണ്ട് അവിടെ 50 ഏക്കർ കടലും 2 ഏക്കർ ഗ്യാങ് ഹൗസും ഒക്കെ. ഞങ്ങൾക്കും ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കിതൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഉണ്ട് ഇതൊക്കെ. നമ്മളത്ര മോശം കുടുംബമല്ല. അവരുടെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇറ്റ്സ് ഓക്കെ ഡാഡി. ഞാൻ എന്തെങ്കിലും കുറവ് വരുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? പെണ്ണിന്റെ കുറവ് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ട് പെണ്ണിന്റെ കുറവല്ലാണ്ട് വേറെ എന്തെങ്കിലും കുറവ് വരുത്തിട്ടുണ്ടോ? ഒരു കുറവ് വരുത്തിയിട്ടില്ല. നിനക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് പൈസ, ആവശ്യമുള്ള സമയത്ത് തോക്ക് ഉണ്ട എല്ലാം തന്നിട്ടില്ലേ? ആവശ്യമുള്ള സമയത്ത് തോക്ക് ഉണ്ട എല്ലാം തന്നിട്ടില്ലേ? ഈ പെണ്ണെന്ന് പറയും ഇതുപോലെ ഇത് കൊണ്ടാണ് ഞാൻ ഈ എലി എന്ന് പറയുന്ന ആ കടവ് പോലുണ്ടല്ലോ അവളുടെ കണക്കത്തുള്ള ദുഷിപ്പുകൾ കാരണമാണ് ഞാൻ പെണ്ണുങ്ങളെ തന്നെ വെറുതെ. ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ, വെടി വെച്ചാൽ കടലിൽ തെള്ളിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് മാസമായിട്ട് പോവാം. പെണ്ണമ്പിള്ള ഇനി കാമയുണ്ട്, ആനയുണ്ട്, ആമയുണ്ട്, പശു ഉണ്ടെന്നു പറഞ്ഞ് എന്നെ ഞങ്ങളുടെ ഫോൺ വെച്ചോണ്ടല്ലോ വെട്ടി മൂടി ഞാൻ മറ്റേ താണ്ടി സിറ്റി കൊണ്ടിടും. മനസ്സിലായോ? അവിടെ വന്നോമാരാ വണ്ടി കയറണം, വണ്ടി കയറണം. എല്ലാവരും വന്നവരല്ല. അവനിപ്പോ കെട്ടാൻ താല്പര്യമില്ലെന്നാണ് അവൻ പറയുന്നത്. അവന്റെ സൈഡിൽ നിന്ന് അവന് മാത്രമല്ല അവക്കും കെട്ടാൻ താല്പര്യമില്ലെന്ന്. ഞങ്ങൾ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ടെ? എന്റെ കല്യാണമാണോ? ഞാനൊരിടത്ത് തലങ്ങും വിലങ്ങും ചോദിച്ചു. പോവണ്ണ അവൾ ആങ്ങളവരെ കൈ വെക്കാൻ തുടങ്ങി. എന്നെ നിൽക്കുക ഡാഡി പോയിട്ട് വരാം. ഡാഡി പോയിട്ട് അലീന, ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു നാണക്കേട് ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അലീന.
ഞങ്ങൾ എന്ത് അലീന. പ്രതീക്ഷയോടെ ഞാനല്ല വാസു അണ്ണാ. എന്ത് അലീനെ ഇനി എന്റെ മുന്നിൽ കാണരുത് മോളെ. ഒരു 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 രൂപം ഉണ്ടായിരുന്നു. ഇനി അത് ഉടഞ്ഞു ഇനി കാണരുത്. അത് വീണ് ഉടഞ്ഞ അലീന. ഇനി അണ്ണാ, ഞാൻ ഇപ്പം പറയാം, എനിക്ക് ഓക്കെയാ. ചന്ദ്രൻ പറഞ്ഞ എനിക്ക് ഓക്കെയാ. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? നമ്മളെ കണ്ടിട്ട് മായാവിനെ ലുട്ടാപ്പിയായിട്ട് തോന്നുന്നുണ്ട്. കുന്തോം പറയാൻ ജോക്കി ഓക്കെ അല്ലെന്ന് പറഞ്ഞു ജോക്കി. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? നമുക്ക് ഓക്കെ അല്ല. എനിക്ക് ഓക്കെ അല്ല. കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഓക്കെ അല്ലല്ലോ അല്ലെങ്കിലോ? ആ എന്റെ ചെറുക്കൻ ഓക്കെ അല്ലെങ്കിൽ എനിക്കും ഓക്കെ അല്ല. ഇനി ഇതിനകത്ത് ഒരുത്തനും പെണ്ണും കിട്ടത്തില്ല. പെണ്ണിന്റെ പുറകെ നടക്കത്തില്ല. ഗ്യാങ്ങിന്റെ പുറത്തായിരിക്കും. നോക്കിക്കോ. സൂപ്പർ സൂപ്പർ. ചേച്ചി ഓ ആ മോനെ മംഗലപ്പള സംസാരിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരല്ല പൈസ കൊടുക്കുന്ന ആൾക്കാർ. പിന്നെ ഇനിയിപ്പോ എന്റെ ഉപ്പാക്ക് പൈസ കൊടുത്തിട്ടാ എന്നെ മേങ്ങാൻ വന്നു. ആ എന്റെ ഉപ്പ ഇങ്ങോട്ടും പൈസ തരും, അമ്മ അങ്ങോട്ടും പൈസ തരും. സ്ഥിരതരം എന്ന് പറയുവാന് അത് നിർബന്ധം. ഒരു മംഗലാകുമ്പം സ്ത്രീധം കൊടുക്കാന്ന് നിർബന്ധം. അലീന ചേച്ചി പെടാൻ പോവാൻ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഞാനൊന്ന് ലൈവ് ഇടാഞ്ഞത് കാര്യമായി കേട്ടോ. അയ്യോ ഇല്ലെങ്കിൽ ഞാൻ തേഞ്ഞു പോയേനെ. അയ്യോ ഞാനിങ്ങനൊന്ന് ലൈവ് ഇട്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ വളിഞ്ഞ മോന്ത മാത്രമായി പോയത് ഇതിനകത്ത്. എൻ്റെ കർത്താവേ, സത്യം പറയാം, ഞാനല്ല ഈ കല്യാണം മുടക്കിയത്. ഞാനല്ല കല്യാണം, ഞാനൊരു കല്യാണം മുടക്കി അല്ല. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ടൊരു കല്യാണം മുടക്കിയായിട്ട് തോന്നുന്നുണ്ടോ? സൗട്ടെക്സ് വിഷയം അടിച്ചടാ, വിഷയം അടിച്ചു. ആ പിന്നെ കടവാവൽ എന്നുള്ളൊരു പേര് വന്ന സ്ഥിതിക്ക് ആ പേര് തൽക്കാലം നിങ്ങളെല്ലാവരും ഒന്ന് മാറ്റി ഒന്ന് മറന്നു കളയണം പ്ലീസ്. മറന്നു കളയണം. ഞാൻ ഇപ്പോഴാണ് അങ്ങനത്തെ ഒരു പേര് വന്ന കാര്യം പോലെ അറിയുന്നത്. കടവാവല്